വെൽക്കം ബാക്ക് ടു മെയ്ഫ്ലവർ. ഇന്ന് നമ്മൾ കൾച്ചറൽ തിയറി അല്ലെങ്കിൽ ലിറ്റററി ക്രിറ്റിസിസം ഇതിൽ സാധാരണ ചോദിക്കുന്ന ഒരു ടോപ്പിക്കാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത്, സ്ട്രക്ചറലിസം. നമ്മൾ നേരത്തെ ചെയ്തതാണ് ഫെമിനിസം, പോസ്റ്റ് സ്ട്രക്ചറലിസം, സൈക്കോ അനലിറ്റിക് തിയറി, മാർക്സിസം. ഇതൊക്കെ നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട്. ഇന്ന് നമ്മൾ സ്ട്രക്ചറലിസം ആണ് ചെയ്യുന്നത്. ഇത് സാധാരണ എക്സാമിന് ചോദിക്കുന്ന ഒരു ടോപ്പിക്കാണ്, ഒരു ഭാഗമാണ്. എസ്സേക്ക് ആയിക്കോട്ടെ, പാരഗ്രാഫിനായിക്കോട്ടെ, അല്ലെങ്കിൽ ഷോർട്ട് ക്വസ്റ്റിന് ഒക്കെ ചോദിക്കുന്ന ഒരു പാർട്ടാണിത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് നോട്ട്സ് വേണമെങ്കിൽ നിങ്ങൾക്ക് എഴുതിയെടുത്തിട്ട് പഠിക്കാം. ആ രീതിയിലാണ് ഞാനിന്ന് ഇത് അവതരിപ്പിക്കുന്നത്. ഓക്കെ, നമുക്ക് തുടങ്ങാം. Structuralism was an intellectual movement of thought which began in France in 1950s in the works of Roland Barthes and anthropologist Claude Lévi-Strauss. അതായത് 1950 ഫ്രാൻസിൽ ആണ് ഈ ഒരു പ്രസ്ഥാനം അല്ലെങ്കിൽ ഈ ഒരു മൂവ്മെൻറ്റ് രൂപം കൊണ്ടത്. റോളണ്ട് ബാർത്തസ് അതേപോലെ ക്ലൗഡ് ലെവി-സ്ട്രോസ് എന്നീ ആളുകളുടെ കൃതികളിലൂടെയായിരുന്നു ഈ ഒരു പ്രസ്ഥാനം രൂപം കൊണ്ടത്. ആൻഡ് ഇറ്റ് ഈസ് റൂട്ടഡ് ഇൻ ദ തോട്ട്സ് ഓഫ് ദ സ്വിസ് ലിംഗ്വിസ്റ്റ് ഫെർഡിനാൻഡ് ഡി സഷൂർ, ദ ഫാദർ ഓഫ് മോഡേൺ ലിംഗ്വിസ്റ്റിക്സ്. ഇതിൻ്റെ ഈ സ്ട്രക്ചറലിസത്തിൻ്റെ ബേസിക് ഐഡിയ അല്ലെങ്കിൽ ഇതിൻ്റെ റൂട്ട് എന്ന് പറയുന്നത് ഫെർഡിനാൻഡ് ഡി സഷൂർ എന്ന സ്വിസ് ലിംഗ്വിസ്റ്റിൻ്റെ കൃതികളിലാണ്. അതായത് സ്വിസ് ലിംഗ്വിസ്റ്റിൻ്റെ ആശയങ്ങളിലാണ് ഈ സ്ട്രക്ചറലിസം ബേസ് ചെയ്തിരിക്കുന്നത്. അതായത് ഫെർഡിനാൻഡ് ഡി സഷൂറിനെ അറിയപ്പെടുന്നത് ദ ഫാദർ ഓഫ് മോഡേൺ ലിംഗ്വിസ്റ്റിക്സ് എന്നാണ്. അതായത് ആധുനിക ലിംഗ്വിസ്റ്റിക്സിൻ്റെ ഭാഷാ പഠനം, ലിംഗ്വിസ്റ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭാഷാ പഠനം, ആധുനിക ഭാഷാ പഠനത്തിൻ്റെ പിതാവെന്നാണ് സ്വിസ് ലിംഗ്വിസ്റ്റ് ആയ ഫെർഡിനാൻഡ് ഡി സഷൂറിനെ അറിയപ്പെടുന്നത്. ദെൻ he propounds the concept of language as a sign system or structure in relation to each other as a whole rather than an external reading. അദ്ദേഹം പറഞ്ഞത് ലാംഗ്വേജ് ഇസ് എ സൈൻ സിസ്റ്റം. അദ്ദേഹം കൊണ്ടുവരുന്ന 3 വാക്കുകളാണ് സൈൻ, സിഗ്നിഫയർ ആൻഡ് സിഗ്നിഫൈഡ്. 3 ടേംസ് ആണ്. അതെന്ന് പറയുന്നത് സൈൻ എന്ന് പറയുന്നത് ഇസ് ദ സൗണ്ട്. ഇനി സിഗ്നിഫയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ് ദി ഇമേജ് that is created in our mind. സിഗ്നിഫൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ കോൺസെപ്റ്റ്, ആ ഒരു ആശയം. അതായത് ഇപ്പം ട്രീ എന്ന് പറയുന്ന അല്ലെങ്കിൽ പൂച്ച, ക്യാറ്റ് എന്ന് പറയുന്ന സമയത്ത് നമ്മൾക്ക് ക്യാറ്റ് എന്ന് പറയുന്ന ആ ഒരു സൗണ്ടിനോടൊപ്പം തന്നെ ഒരു ഇമേജ് നമ്മളുടെ മനസ്സിലേക്ക് വരും. പൂച്ചയുടെ ഒരു ചിത്രം അല്ലെങ്കിൽ ട്രീ എന്ന് പറയുമ്പോൾ ഒരു മരത്തിൻ്റെ ചിത്രം, ഏതെങ്കിലും ഒരു മരത്തിൻ്റെ ചിത്രം നമ്മളുടെ മനസ്സിലേക്ക് വരാം. അപ്പോൾ ആ ഒരു കോൺസെപ്റ്റിനെയാണ് ഈ സൈൻ, സിഗ്നിഫയർ, സിഗ്നിഫൈഡ്. അപ്പോൾ ഇത് 3ഉം റിലേറ്റഡ് ആണെന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ ആ ഒരു ഐഡിയ ആണ് സൈൻ, സിഗ്നിഫയർ ആൻഡ് സിഗ്നിഫൈഡ് എന്ന വാക്കുകൊണ്ട് അന്ന് ടേംസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് സാധാരണ 2 മാർക്കിന് ചോദിക്കലുണ്ട്. ദെൻ പിന്നീട് അദ്ദേഹം പറയുന്നത് ലാംഗ്വേജ് എന്ന് പറയുന്നത് ഇസ് എ സൈൻ സിസ്റ്റം. അതായത് ലാംഗ്വേജിലെ വാക്കുകൾ എന്ന് പറയുന്നത് ഇസ് എ സൈൻ സിസ്റ്റം ഓർ എ സ്ട്രക്ചർ. സ്ട്രക്ചറലിസം എന്ന് പറയുമ്പോൾ തന്നെ അതിനകത്തറിയാം ലാംഗ്വേജ് ഈസ് ഡിവൈഡഡ് ഇൻ ടു മെനി സ്ട്രക്ചേഴ്സ്. അങ്ങനെ ഈ സ്ട്രക്ചേഴ്സ് എല്ലാം കൂടി ചേരുന്നതാണ് ഒരു ലാംഗ്വേജ് എന്നാണ് അദ്ദേഹം പറയുന്നത്. ദെൻ ദ കൺവെൻഷണൽ ആൻഡ് റാഷണൽ നേച്ചർ ഓഫ് ലിംഗ്വിസ്റ്റിക് സൈൻ കോൺട്രിബ്യൂട്ട് ദ ലാംഗ്വേജ് ആൻഡ് ഡിറ്റർമിൻ ദ മീനിങ്. പിന്നീട് ഈ കണക്ഷൻ, അതായത് സൈൻ, സിഗ്നിഫയർ ആൻഡ് സിഗ്നിഫൈഡ് റിലേഷൻ എന്ന് പറയുന്നത് കോൺസ്റ്റിറ്റ്യൂട്ട് ദ ലാംഗ്വേജ് ആൻഡ് ഡിറ്റർമിൻ ഇറ്റ്സ് മീനിങ്. ഈ ആശയങ്ങൾ, അതായത് സൈൻ, സിഗ്നിഫയർ, സിഗ്നിഫൈഡിലൂടെ നമുക്ക് കിട്ടുന്ന ഈ ഒരു ആശയത്തിലൂടെ ലാംഗ്വേജ് എന്ന് പറയുന്ന ഒരു സംഭവം നമുക്ക് കിട്ടുന്നു. അതിലൂടെ ദ മീനിങ് ഈസ് ക്രിയേറ്റഡ് ഇൻ അവർ മൈൻഡ്. നമ്മളുടെ മനസ്സിൽ ഒരു ആശയം, ഒരു അർത്ഥം നമുക്ക് കിട്ടുന്നു. അങ്ങനെയാണ് ലാംഗ്വേജിൻ്റെ പ്രവർത്തനമെന്നാണ് അദ്ദേഹം പറയുന്നത്. അതോടൊപ്പം തന്നെ അദ്ദേഹം പറയുന്നത് അക്കോർഡിംഗ് ടു ദ സ്ട്രക്ചറലിസ്റ്റ് നോ ഇൻഡിവിജ്വൽ വർക്ക് ഹാസ് സിഗ്നിഫിക്കൻറ്റ് ഇൻ ഐസൊലേഷൻ ആൻഡ് ഇറ്റ് ക്യാൻ ബി അണ്ടർസ്റ്റുഡ് ഓൺലി ഇൻ ടേംസ് ഓഫ് ദ റിലേഷൻ ബിറ്റ്വീൻ ഇറ്റ് സെൽഫ് ആൻഡ് ദ സ്ട്രക്ചർ ഓർ ദി ജോണർ വിച്ച് എക്സിസ്റ്റ് ഇൻ ദ റീഡേഴ്സ് മൈൻഡ്. അതായത് ഒരു കൃതിക്കും ഒരു ഐസൊലേഷൻ ഇല്ല, അതായത് ഒറ്റപ്പെട്ടിട്ട് ഒരു കൃതിക്കും നിലനിൽക്കാൻ കഴിയില്ല. മറിച്ച് ആ ഒരു കാലഘട്ടത്തിൽ നിലനിൽക്കുന്ന ആ ഒരു പ്രസ്ഥാനം അല്ലെങ്കിൽ ആ ഒരു കവിത ആയിക്കോട്ടെ അല്ലെങ്കിൽ കഥ ആയിക്കോട്ടെ, അപ്പോൾ ആ ഒരു
അവയുടെ ആ ഒരു ചേർച്ചയിലാണ്, അതായത് എല്ലാ കൃതികളുടെയും ആ ഒരു നിരയിൽ മാത്രമാണ്, അല്ലെങ്കിൽ ആ ഒരു ചേർച്ചയിൽ മാത്രമേ കൃതികൾക്ക് നിലനിൽക്കാൻ ആവൂ, മറിച്ച് ഒറ്റയ്ക്കൊരു കൃതിക്കും നിലനിൽക്കാൻ കഴിയില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. Structuralism is opposition to any form of literature in mode of communication between the author and the reader. ഇനി അദ്ദേഹം പറയുന്നത് സ്ട്രക്ചറലിസം എന്ന് പറയുന്നത് in fact the communication between the author and the reader. Structuralism came as a revolt against new criticism. ഇനി ഈ സ്ട്രക്ചറലിസം നമ്മൾ പറഞ്ഞു, it is deeply rooted in the ideas of Ferdinand de Saussure. അപ്പൊ ഈ സ്ട്രക്ചറലിസം വരുന്നത് ന്യൂ ക്രിറ്റിസിസം എന്ന് പറയുന്ന ഒരു ആശയത്തിന് എതിരായിട്ടായിരുന്നു. അതായത് 19ാം നൂറ്റാണ്ടിൽ വന്ന ഒരു പ്രസ്ഥാനമാണ് ന്യൂ ക്രിറ്റിസിസം. ആ മൂവ്മെന്റിന് എതിരായിട്ട്, ആ മൂവ്മെന്റിന്റെ ആശയങ്ങൾക്ക് എതിരായിട്ട് വന്ന ഒരു മൂവ്മെന്റ് ആണ് സ്ട്രക്ചറലിസം. ഈ ന്യൂ ക്രിറ്റിസിസം എന്ന് പറയുന്നത് അതിലെ മെയിൻ ലിംഗ്വിസ്റ്റിക് തിയറി ആൾക്കാരെന്ന് പറയുന്നത് ക്ലെന്ത് ബ്രൂക്ക്, റോബർട്ട് വാറൻ, ദെൻ വില്യം ബീംസാറ്റ്, ഐ.എ. റിച്ചാർഡ്സ് തുടങ്ങിയ ആളുകളായിരുന്നു. അപ്പൊ അവർ കൊണ്ടുവന്ന ആശയമാണ് ഈ ന്യൂ ക്രിറ്റിസിസം. അതിനെതിരായിട്ട് വന്ന ഒരു കോൺസെപ്റ്റ് ആയിരുന്നു, അല്ലെങ്കിൽ ഒരു മൂവ്മെന്റ് ആണ് സ്ട്രക്ചറലിസം. ഇനി ഈ ന്യൂ ക്രിറ്റിസിസം പറയുന്നത് ദ ഓതേഴ്സ് ഇന്റൻഷൻ ബിഹൈൻഡ് എ വർക്ക് ഈസ് ലെസ് ഇമ്പോർട്ടൻറ്റ്. അതായത് ഒരു ഓതറിന്റെ ഇൻഫ്ലുവൻസ് എന്ന് പറയുന്നത് വളരെ കുറവാണ്. അതായത് പബ്ലിക്കേഷന് ശേഷം, അതായത് ഒരു ബുക്ക് എഴുതി കഴിഞ്ഞു കഴിഞ്ഞാൽ ദർ ഈസ് നോ റോൾ ഫോർ ദ ഓതർ. ഓതറിന് യാതൊരു റോളുമില്ല, മറിച്ച് ദ മീനിങ് ഈസ് ജനറേറ്റഡ് ത്രൂ ലാംഗ്വേജ്, സ്റ്റൈൽ, ഫോർമൽ ഫീച്ചേഴ്സ് എക്സെട്ര ഓഫ് ദ ടെക്സ്റ്റ്. അതായത് അതിലെ മീനിങ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഫ്രം ദ ഫോർമൽ ഫീച്ചേഴ്സ്, ദെൻ സ്റ്റൈൽ, ലാംഗ്വേജ് എക്സെട്ര. നമ്മൾ അത് മാത്രം കണക്കാക്കിയാൽ മതി. അതായത് അതുപോലെ തന്നെ സ്ട്രക്ചറലിസം പറയുന്നത് we have to consider or we have to give importance to the form, style, images, metaphor, paradox etc. in the text. അതായത് ടെക്സ്റ്റിലുള്ള, അതായത് നമ്മൾ നേരത്തെ പറഞ്ഞു സ്ട്രക്ചറലിസം എന്ന് പറയുന്നത് says that language is divided into structures. അപ്പോൾ അതിലുള്ള, അതായത് ഒരു ടെക്സ്റ്റിലുള്ള പോയറ്റിക് ഡിവൈസസ്, അല്ലെങ്കിൽ ഗ്രാമാറ്റിക്കൽ റൂൾസ്, അല്ലെങ്കിൽ ഇമേജസ്, സിംബൽസ്, മെറ്റഫേഴ്സ്, പാരഡോക്സ്, അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രം നമ്മൾ കണക്കാക്കിയാൽ മതി. അല്ലാതെ വി ഷുഡ് നോട്ട് ഗോ ത്രൂ ദ ലൈഫ് ഓഫ് ദി ഓതർ, അല്ലെങ്കിൽ ദ ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട്, അതൊന്നും നമ്മൾ അന്വേഷിക്കേണ്ട ആവശ്യമില്ല. മറിച്ച് വി ഹാവ് ടു കൺസിഡർ ദ ലാംഗ്വേജ് ആസ് ഇറ്റ് ഈസ്. അതോടൊപ്പം തന്നെ ദ പോയറ്റിക് ഡിവൈസസ്, ദെൻ സിംബൽസ്, ഇമേജസ് എക്സെട്ര. അതായത് ആ ടെക്സ്റ്റിലുള്ള കാര്യങ്ങൾ മാത്രം നമ്മൾ നോക്കിയാൽ മതി. മറിച്ച് എന്താണ് എഴുത്തുകാരൻ്റെ ജീവിതത്തെക്കുറിച്ചോ അല്ലെങ്കിൽ ഹിസ്റ്റോറിക്കൽ റിലേഷനെ കുറിച്ചിട്ടോ ഒന്നും നമ്മൾ അറിയേണ്ട കാര്യമില്ല എന്നാണ് ഈ സ്ട്രക്ചറലിസത്തിൽ പറയുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞു ഫെർഡിനാൻഡ് ഡി സഷോ ഈസ് ദ കീ ഫിഗർ ഇൻ ദിസ് സ്ട്രക്ചറലിസം. ഇനി അദ്ദേഹം കോയിൻ ചെയ്ത കുറച്ച് ടേംസ് പറഞ്ഞു, സൈൻ, സിഗ്നിഫയർ ആൻഡ് സിഗ്നിഫൈഡ്. അതേപോലെ തന്നെ ഹി ഓൾസോ കോയിൻഡ് അനദർ 2 terms, ലാങ് ആൻഡ് പരോൾ. ലാങ്, പരോൾ എന്ന് പറയുന്ന 2 വാക്കുകൾ അത് എക്സാമിനും ചോദിക്കുന്നതാണ്. എക്സ്പ്ലെയിൻ ലാങ് ആൻഡ് പരോൾ. ലാങ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ റൂൾസ് ഓർ കോൺസെപ്റ്റ്സ് ഓൾറെഡി എക്സിസ്റ്റഡ് ഇൻ മാൻ. അതായത് ഗ്രമാറ്റിക്കൽ റൂൾസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ദ കോൺസെപ്റ്റ്സ് ഓൾറെഡി എക്സിസ്റ്റഡ് ഇൻ മാൻ. ആൻഡ് പരോൾ ഈസ് ദി അറ്ററൻസ് ഓഫ് ദി നേറ്റീവ് സ്പീക്കർ. അതായത് ഒരു സെന്റൻസ് പറയുന്ന സമയത്ത്, അല്ലെങ്കിൽ ഒരു ഗ്രാമർ റൂൾ പറയുന്ന സമയത്ത് നമ്മളുടെ ഉള്ളിൽ ആ സെന്റൻസ് ക്രിയേറ്റ് ചെയ്യുന്നു. അത് ആ ഗ്രാമർ റൂൾ ഉപയോഗിച്ച് ഒരു സെന്റൻസ് നമ്മളുടെ ഉള്ളിൽ ക്രിയേറ്റ് ചെയ്യുന്ന ആ ഒരു അറ്ററൻസിനെയാണ് പരോൾ എന്ന് പറയുന്നത്. ആ ഒരു കോൺസെപ്റ്റിലൂടെ നമ്മൾ ഉണ്ടാക്കുന്ന സെന്റൻസുകളെയാണ് പരോൾ എന്ന് പറയുന്നത്. ലാങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ ഗ്രമാറ്റിക്കൽ റൂൾസ് ദാറ്റ് ഈസ് ഓൾറെഡി എക്സിസ്റ്റഡ് ഇൻ അവർ മൈൻഡ്സ്. പിന്നീട് നമ്മൾ പറഞ്ഞു സഷൂർ എന്ന് പറയുന്നത് ഈസ് കോൾഡ് ദ ഫാദർ ഓഫ് മോഡേൺ ലിംഗ്വിസ്റ്റിക്സ്. സേസ് ദാറ്റ് മീനിങ്സ് ആർ പ്യുവർലി ആർബിട്രറി. അതായത് മീനിങ് എന്ന് പറയുന്നത് ആർ പ്യുവർലി ആർബിട്രറി ആൻഡ് ദേ ആർ മെയിൻറ്റെയിൻഡ് ത്രൂ കൺവെൻഷൻസ്. അതായത് ഇറ്റ് എക്സിസ്റ്റ് ത്രൂ റൂൾസ്. നിയമങ്ങളിലൂടെ അല്ലെങ്കിൽ ഓരോ ഗ്രമാറ്റിക്കൽ റൂൾസിലൂടെയാണ് ഇവ നിലനിൽക്കുന്നത്. അതോടൊപ്പം തന്നെ ഹി സീസ് ദാറ്റ് ദർ ഈസ് നോ ഇൻഹറന്റ് കണക്ഷൻ
between a word and what it designates. അതായത് ഒരു ഇൻഡയറക്റ്റ് മീനിങ് അല്ലെങ്കിൽ there is no hidden meaning. Inherent meaning means hidden meaning or indirect meaning. പിന്നീട് അദ്ദേഹം പറയുന്നത് the meaning is rational and that means the meaning depends upon the adjoining words. മീനിങ് എന്ന് പറയുന്നത് ഇറ്റ്സ് റാഷണൽ, അതായത് നമ്മൾ യുക്തിപരമായിട്ട് ഊഹിച്ചെടുക്കേണ്ടതാണ് മീനിങ്. അതോടൊപ്പം തന്നെ ഇറ്റ് ഈസ് ഡിപ്പെൻഡിങ് അപ്പോൺ ദ അഡ്ജോയിനിങ് വേർഡ്സ്, അതായത് ബാക്കിയുള്ള വാക്കുകളെ ആശ്രയിച്ച്, അതായത് ഒരു സെന്റൻസിൽ വരുന്ന, അതായത് കോണ്ടെക്സ്റ്റിനെ അനുസരിച്ചായിരിക്കും ആ മീനിങ് നമ്മൾ മനസ്സിലാക്കിയെടുക്കേണ്ടതാണെന്ന് അദ്ദേഹം പറയുന്നു. Then he says എക്സാമ്പിൾ പറയുന്നത് there is the difference between the words hut and shed. അത് തമ്മിലുള്ള രണ്ടും സ്മോൾ എന്നുള്ള അർത്ഥത്തിൽ തന്നെയാണ് എങ്കിലും both the words are not in same meaning. ഒരേ സെയിം മീനിങ് അല്ല രണ്ടിനും. അതുപോലെ ഒരു വാക്കിന്റെ മീനിങ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് പ്യൂർലി ഡിപ്പെൻഡിങ് അപ്പോൺ ദി അതർ വേർഡ്സ് ഇൻ ദ സെന്റൻസ്. He also stated that the language constitute the word and the meaning is always attributed to the object or the idea in the human mind. അതായത് എന്താ പറഞ്ഞത്, he also stated that language constitute the word. ഭാഷയാണ് വാക്കുകൾ ഉണ്ടാക്കുന്നത്. അതായത് ലാംഗ്വേജ് കോൺസ്റ്റിറ്റ്യൂട്ട് ദ വേർഡ് ആൻഡ് മീനിങ് ഈസ് ഓൾവേസ് അട്രിബ്യൂട്ടഡ് ടു ദ ഓബ്ജക്റ്റ്. ആ വാക്കിലൂടെ നമുക്കൊരു മീനിങ് കിട്ടുന്നു അല്ലെങ്കിൽ ഒരു ആശയം കിട്ടുന്നു ബൈ ദി ഹ്യൂമൻ മൈൻഡ് ഓർ ഐഡിയ ബൈ ദി ഹ്യൂമൻ മൈൻഡ്. അതായത് ഒരു ആശയം അല്ലെങ്കിൽ ഒരു ഓബ്ജക്റ്റിന്റെ രൂപം നമുക്ക് കിട്ടുന്നു ആ വാക്കിലൂടെ. He also used the terms slang and parole to signify language as a system and utterance in a language. അതായത് ലാംഗ്വേജ് ഈസ് എ സിസ്റ്റം എന്ന് പറയുന്നതാണ് ലാങ് എന്ന് പറയുന്നത്. utterance means the parole. Utterance in a language means parole. He uses two terms, slang and parole. Lang എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞു, it is the system or the rules of a language. Rules of a language or system of a language is called lang and parole is the utterance in the native speaker's mind. ഇത്രയുമാണ് സ്ട്രക്ചറലിസത്തിന്റെ പ്രധാനപ്പെട്ട പോയിന്റ്സുകൾ. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. താങ്ക് യു.